പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ, എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത് NSൻ്റെ +2 ഹോം സയൻസ് കോഡ് നമ്പർ 321 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ സോൾവഡാണ് അവതരിപ്പിക്കുന്നത്. എൻ്റെ വീഡിയോകൾക്കൊന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2025 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ എക്സാം മാർച്ച് 17 മാർച്ച് 20 ഇടയിലാണ് ഹോം സയൻസ് എക്സാം. ഈ ഹോം സയൻസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, എക്സാമിൻ്റെ മാതൃക എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ വീഡിയോസിലൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കളർ വീലിൻ്റെ ക്വസ്റ്റ്യൻസ്, സീസൺ ഫുഡിൻ്റെ, പൊല്യൂഷൻസിൻ്റെ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സാധാരണ പ്രാക്ടിക്കൽ എക്സാം നടക്കുന്നത് 20 മാർക്കിനാണ്. ഈ 20 മാർക്കിൽ 10 മാർക്ക് നമുക്ക് PCP ക്ലാസ്സിന് എക്സാമിന് മുമ്പ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത PCP ക്ലാസ്സിന് ലഭിക്കും. ബാക്കി വരുന്ന 10 മാർക്കിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് PCP ക്ലാസ്സിന് തന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ റെക്കോർഡ് എഴുതേണ്ടത്. അവിടെ നിങ്ങളുടെ നിർദ്ദേശം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ നിന്ന് PDF ബാക്കിൽ നിന്ന് നമ്മൾ ഒരു 10 എക്സ്പെരിമെൻ്റ് എങ്കിലും ചുരുങ്ങിയത് എഴുതിയിരിക്കണം. അതിന് 1-2 ക്വസ്റ്റ്യൻസ് ആണ് അവർ ടെസ്റ്റ് പേപ്പർ നടത്തുക. ചില സെൻറ്ററുകളിൽ YV ക്വസ്റ്റ്യൻ ചോദിക്കലും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ സെൻറ്ററിലും ഉണ്ടാവില്ല, ചില സെൻറ്ററിലും മാത്രം. പ്രാക്ടിക്കലിൻ്റെ റെക്കോർഡുകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും, കാരണം ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക. മലയാളത്തിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല. പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാം. നമുക്ക് മലയാളത്തിൽ +2 എക്സാം എഴുതാനുള്ള ഒരു അനുവാദം ഉണ്ടല്ലോ. അത് നിലയ്ക്ക് നമുക്ക് പ്രാക്ടിക്കൽ എക്സാം മലയാളത്തിൽ എഴുതാം. പരമാവധി നമ്മൾ റെക്കോർഡിൽ എഴുതിയ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതാം. ഇനി ഒരാൾ ഇംഗ്ലീഷിൽ എക്സാം എഴുതിയാൽ കുഴപ്പമൊന്നുമില്ല, ഇംഗ്ലീഷിലാകുമ്പോൾ ഒന്നുകൂടി നന്നായിരുന്നു. സ്റ്റെപ്പ് വൈസ് തന്നെ നമ്മൾ എഴുതേണ്ടതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്ന ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ടു ഐഡന്റിഫൈ വേരിയസ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, വ്യത്യസ്ത തരത്തിലുള്ള തുണിത്തരങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അവിടെ യൂസ് ബേണിംഗ് ടെസ്റ്റ്, കത്തിക്കുന്നൊരു ടെസ്റ്റ് നടക്കുക. വിഷ്വൽ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് എന്താണ് വീക്ഷിക്കുന്ന രീതിയിലുള്ള ടെസ്റ്റ് നടത്താനാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എഴുതേണ്ടത് ഈ തുണിത്തരങ്ങളെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത്. ഈ ഫൈബേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് പാരഗ്രാഫ് മതി. ഏതൊരു തുണിയെയും ഫാബ്രിക് എന്ന് പറയുന്ന അവസ്ഥകളുടെ തുണികളെ കുറിച്ചുള്ള പഠനത്തെ ഫാബ്രിക് സയൻസ് എന്നാണ്. പല അവസ്ഥകളിലുള്ള തുണികളെ കുറിച്ചുള്ള പഠനത്തിന് ഫാബ്രിക് സയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം വ്യത്യസ്ത തരത്തിലുള്ള തുണിത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഓരോന്നും അതിൻ്റെ പരിചരണത്തിലൊക്കെ വ്യത്യസ്തമാണ്. സിൽക്ക് നല്ല മിനുസുണ്ടാവും, തിളങ്ങുന്നതായിരിക്കും. കോട്ടൺ മിനുസുള്ളതാണ്, മങ്ങിയതാണ്, കമ്പിളി പരുക്കലാണ്. പക്ഷെ നമുക്ക് ചൂട് ചെല്ലുന്നുണ്ട്. കോട്ടൺ തുണികൾ ധരിക്കുമ്പോൾ ചൂട് തോന്നില്ല. കോട്ടൺ തുണികൾ നമുക്ക് എളുപ്പത്തിൽ കഴുകാൻ സാധിക്കുന്നു. ഭംഗി തോന്നണമെങ്കിൽ അത് ഇസ്തിരി ഇടേണ്ടതാണ്. നൈലോണും പോളിസ്റ്റർ എളുപ്പത്തിൽ കഴുകാം, പക്ഷെ ഇസ്തിരി ആവശ്യമില്ല എന്നതാണ്. സിൽക്ക് ഡൈ ക്ലീനിങ് ചെയ്യുകയോ വീര്യം കുറഞ്ഞ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയോ ചെയ്യുക. ഇന്ന് പല നിറത്തിലും പലതരത്തിലുള്ള തുണി ലഭ്യമാണ്. അവിടെ വിലയും വ്യത്യസ്ത. ഇത്രയും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് എഴുതാം. അതിനുശേഷം നമുക്ക് വേണ്ടത് മെറ്റീരിയൽ റിക്വയർഡാണ്. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ടിയുള്ള മെറ്റീരിയൽ സ്മാർട്ട് പാച്ചസ് ഓഫ് ഫാബ്രിക്. അതായത് നമുക്ക് കോട്ടണ്, വോള്, അതായത് കമ്പിളി, സിൽക്ക്, പോളിസ്റ്റർ, ഈ 4 രീതിയിലുള്ള തുണിത്തരങ്ങൾ 3x3 സെന്റിമീറ്റർ നീളവും വീതിയും എന്ന രീതിയിൽ വേണം. പിന്നെ ഫോർസെപ്സ് വേണം. ഫോർസെപ്സ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് കട്ട് ചെയ്യുന്ന കത്രികയാണ് ഇവിടെ ഫോർസെപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൻഡില് വേണം, മെഴുകുതിരി വേണം, മാച്ച് സ്റ്റിക്സ്, തീപ്പെട്ടി വേണം. ഇതാണ് നമുക്ക് ഇവിടെ വേണ്ട മെറ്റീരിയൽ. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ. ഇതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് വൈസ് തന്നെ എഴുതുമ്പോഴാണ് അത് പ്രാക്ടിക്കൽ ആകുള്ളൂ. മറ്റേ വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാന്നുള്ള രീതിയിലാണ്. പിന്നെ പ്രൊസീജിയറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ വിഷ്വൽ ടെസ്റ്റും ബേണിംഗ് ടെസ്റ്റും ഒക്കെ വരുന്നത്. അതിൽ നമ്മൾ ആദ്യം പറയുന്നത് വിഷ്വലാണ്. ഏത് വേണമെങ്കിലും ആദ്യം എഴുതാം. വിഷ്വൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിന്റെ രൂപം നമുക്ക് കാഴ്ചയിലൂടെ മനസ്സിലാക്കാമെങ്കിലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ്. ഇപ്പൊ കാണുമ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ട് നമ്മൾ സാധാരണ ഇങ്ങനെ ഷോപ്പുകളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, പക്ഷെ അത് ഉപയോഗിച്ചാലാണ് അതിന്റെ ഗുണം മനസ്സിലാവുന്നത്. ഇപ്പൊ സിൽക്ക് ആണെങ്കിൽ, ഉദാഹരണത്തിലാണെങ്കിൽ സിൽക്ക് ആണെങ്കിൽ മിനുസമുള്ളതും തിളക്കമുള്ളതും നല്ലതുമാണ്. കോട്ടൺ മിനുസമുണ്ടെങ്കിലും കാഴ്ചയ്ക്ക് മങ്ങിയതായി
തോന്നുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ബേണിംഗ് ടെസ്റ്റാണ് നടത്തുന്നത്. കത്തിച്ച് നോക്കുക. ഒരു ചെറിയ കഷ്ണം തുണി എടുത്ത് തീയിൽ കത്തിക്കുക. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഫൈബറും ഉണ്ട്, മാൻമെയ്ഡ് ഫൈബറും കൂടെ ഉണ്ട്. ഈ നാച്ചുറൽ ഫൈബറിൽ എന്ന് പറയുമ്പോൾ കോട്ടൺ ലിനനാണ്. തീയിൽ അത് ചുരുങ്ങൂല, പെട്ടെന്ന് കത്തുന്നു, പേപ്പർ കത്തുന്ന മണം ഉണ്ടാകും. റയോൺ ആണെങ്കിൽ ചുരുങ്ങൂല, പെട്ടെന്ന് കത്തുന്നുണ്ട്. കമ്പിളിയാണ് തീയിൽ നിന്ന് ചുരുണ്ടു പോകുന്ന രീതിയാണ്, പതിയെ കത്തുന്നു, മുടി കത്തുന്ന മണം ഉണ്ടാകും. സിൽക്കാണ് ചുരുണ്ടുണ്ട്, പതിയെ കത്തുന്നു, മുടി കത്തുന്ന മണമുണ്ട്, ഉരുകി തുള്ളി തുള്ളിയായി വീഴുന്നുണ്ട്. പിന്നെയാണ് മാൻമെയ്ഡ് ഫൈബറിൽ വരുന്ന ഉരുകുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്, പതിയെ കത്തുന്നുണ്ട്, രാസവസ്തുക്കളുടെ മണം വരുന്നുണ്ട്. പിന്നെ വരുന്നത് നൈലോൺ എന്താണ്, ഉരുകുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്, രാസവസ്തുക്കളുടെ മണം വരുന്നുണ്ട്. പിന്നെ അക്രിലിക് ഉരുകുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്, പെട്ടെന്ന് കത്തുന്നുണ്ട്, ഉരുകി വീഴുന്നുണ്ട്, വിനാഗിരിയുടെ മണമായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ടേബിൾ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ പ്രാക്ടിക്കൽ റെക്കോർഡിൽ ടേബിൾ രൂപത്തിലാണ്, ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ടേബിൾ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷൻ, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള തുണിത്തരങ്ങളുടെ നമ്മുടെ ചുറ്റുപാടുണ്ട്, കോട്ടൺ, സിൽക്ക്, കമ്പിളി, അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. ഓരോന്നും അതിൻ്റെ ക്വാളിറ്റിയിലൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അത് ഉപയോഗത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുന്നത്, അത് ഇസ്തിരി ഇടുന്നതിലും അതേപോലെ വാഷ് ചെയ്യുന്നതിലും ഓരോന്നിലും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമുണ്ട്. വിഷ്വൽ ഇൻസ്പെക്ഷനും അതേപോലെ തന്നെ ഇത് നടത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് വ്യത്യസ്തമാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ചുരുക്കി എഴുതുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇനി തുടർന്നുള്ള പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ അതേപോലെ തിയറി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്ലാസ്സുകളോ ലഭിക്കാൻ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളും നൽകുന്നുണ്ട്. ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്നത് തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.